ഇന്ന് നമുക്കൊരു സോയാബീൻ കട്ട്ലേറ്റ് നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോയാബീൻ ഇന്ന് നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നടച്ച് വയ്ക്കാം. ഇപ്പം സോയാബീനൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടി 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം സവാള നമുക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സോയാബീനിലെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ മാവ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു ഭരണി അടപ്പെടുത്തിട്ട് ഉരുളകളാക്കി അതിലോട്ട് വെച്ച് അമർത്തി കൊടുത്ത് കൈയുടെ വെള്ളയിലോട്ട് തട്ടിക്കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കൊരു ബൗളിലോട്ട് 3 സ്പൂണ് മൈദ മാവ് 1 സ്പൂണ് കോൺഫ്ലവർ മാവ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ബ്രെഡിൻ്റെ പൊടിയാണ്. ഞാൻ ഇത് ബ്രെഡിൻ്റെ പൊടി ഒന്ന് വറുത്തെടുത്തതാണ്. അടുത്തായിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് മൈദാമാവിലോട്ട് മുക്കിയ ശേഷം ബ്രെഡ് പൊടിയിലോട്ട് മുക്കി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ കട്ട്ലേറ്റിന്. ഇപ്പോൾ ഇവിടെ ക്രിസ്പി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവത്തില്ല. ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.